പണ്ട് ഞങ്ങളിങ്ങനെ പള്ളിയിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കുട്ടികളെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യും. കാരണം പള്ളിയൊക്കെ ഭയങ്കര നമ്മൾ ആരാധനാലയമാണ്, കുർബാനയുടെ ഇടയ്ക്കൊക്കെ കുട്ടികളൊന്നും മിണ്ടാതിരിക്കാനൊക്കെ ശ്രമിക്കണം. പിന്നെ ഭൂരിഭാഗം പാരൻസും കുട്ടികളെ കൊണ്ടുപോവില്ല, കാരണം മറ്റുള്ളവർക്ക് അതൊരു ശല്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരച്ഛൻ പള്ളിയിലെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കുട്ടികളെ കൊണ്ടുവരണം. എന്താണെന്ന് വെച്ചാൽ പ്രായമായവരും ഇപ്പം കുട്ടികളൊക്കെ വലുതായ ആളുകൾക്കൊക്കെ ഈ ചെറിയ കുട്ടികളെ വന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവരവരുടെ പഴയ കാലത്തിലേക്കും അവരുടെ കുട്ടികൾ ചെറുതായിരുന്ന കാലത്തിലേക്കും അവരുടെ പേരക്കുട്ടികളെ കാണുമ്പോൾ ഉള്ള ആ ഒരു ഫീലിങ്ങിലേക്കൊക്കെ ഈ കുട്ടികളെ കാണുമ്പോൾ അവർക്ക് ചിന്തകൾ പോകും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുവരണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ എല്ലായിടത്തേക്കും കുട്ടികളെ കൊണ്ടുപോകും. ഒരുവിധമൊക്കെ നമ്മൾ പറഞ്ഞു നോക്കും കുട്ടികളോട് അടങ്ങി ഒതുങ്ങിയിരിക്കാനൊക്കെ. കുറേയൊക്കെ കുട്ടികൾ ശല്യം ഉണ്ടാക്കും. പിന്നെ കുറച്ചൊക്കെ കുട്ടികളുടെ വഴിക്ക് വിടും. അവർ അവരുടേതായ രീതിയിൽ ലോകത്തിനെ കാണുന്നവരാണ്. അവർ ചിലപ്പോൾ ഒച്ചയെടുക്കും, ചിലപ്പോൾ നമ്മളൊരു ഷോപ്പിംഗ് മോളിലോ അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ വളരെ സൈലൻ്റായിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും തോന്നിയിട്ട് നിലത്ത് കിടന്ന് ഉരുണ്ട് കളയും. ചിലപ്പോൾ അങ്ങ് കരയും, ചിലപ്പോൾ വാശി പിടിക്കും, കുറേയൊക്കെ നമ്മളങ്ങ് ഇഗ്നോർ ചെയ്ത് കളയും. ചിലപ്പോൾ ഒരു പൊട്ടി ചിരിക്കും, കരയും, ചുറ്റുള്ളവർ ചിലപ്പോൾ ഒന്ന് തോണ്ടും, മാന്തും. മറ്റുള്ളവർക്ക് അൺകംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ മാറ്റിക്കളയും, അല്ലെങ്കിൽ കുട്ടികളെ പോലെ തന്നെ ആയിരിക്കാനാണ് സമ്മതിക്കുന്നത്. കുട്ടികളുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് നമ്മൾ ഇടപെടാറുമില്ല. കുട്ടികൾ തമ്മിലുള്ള വഴക്കുകളൊക്കെ അത്ര ശാരീരിക ഉപദ്രവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇടപെടും, അല്ലെങ്കിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ കുട്ടികൾ തന്നെ തീർക്കുന്നത് നമുക്ക് അകലിരുന്ന് കാണാം. പ്രശ്നങ്ങൾ തീരുന്നില്ലെങ്കിൽ നമ്മൾ ഇടപെടും. അതുപോലെ തന്നെ കുട്ടികളുടെ കളികളിലും അനാവശ്യമായിട്ട് ഇടപെടാറില്ല. അവർക്കൊരു കംപ്ലീറ്റ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ അവർക്ക് ആശയവിനിമയം നടത്താം. അതായത് അവർക്ക് സംസാരിക്കാനും കളിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തു പോലെ നടത്താം. അപ്പം എന്നാലാണല്ലോ അവരുടെ ബ്രെയിൻ വികസിക്കുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതികൾ വികസിക്കുള്ളൂ, അവരുടെ ലൈഫ് സ്റ്റൈല് വികസിക്കുള്ളൂ. നമ്മളെല്ലാ കാര്യത്തിലും കയറി ഇടപെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിള്ളേരുടെ രീതിയിൽ വളരില്ല. പിള്ളേർ ചെറുപ്പത്തിലേ മുതിർന്നവരുടെ പോലെ ആയിപ്പോൾ. അത് പാടില്ല. കുട്ടികൾക്ക് കുട്ടികളുടെ നിഷ്കളങ്കതയൊക്കെ വേണം. അതുപോലെ തന്നെ അവരെ നമ്മൾ നോക്കണം എന്ന് കരുതി എനിക്കൊക്കെ വളരെ സമാധാനപരമായ അന്തരീക്ഷമാണ് വീട്ടിലെന്ന് വിചാരിക്കരുത്. പക്ഷേ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ കുട്ടികൾ കുറച്ച് പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫണ്ണൊന്നും ഉണ്ടാവില്ല. കുട്ടികൾ കുറച്ച് പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ ലോകത്തേക്ക് തന്നെ ഒതുങ്ങിപ്പോവും. അപ്പം നമുക്ക് അവരിങ്ങനെ കിട്ടത്തില്ല, അവരുടെ ഇതൊന്നും കാണാൻ പറ്റത്തില്ല. അവർക്ക് അവരുടെ ആ ഒരു ഇന്നസെൻസ് ഉള്ള സമയത്ത് തന്നെ നമ്മൾ അവർ കംപ്ലീറ്റ് അവരുടെ ഇന്നസെൻസിൽ വിടണം. ഞാൻ ചെറിയ കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്, വലിയ കുട്ടികളെ കുറിച്ചല്ല. കുട്ടികൾ അവരെ ഇന്നസെൻസിനോട് കൂടെ തന്നെ നമ്മൾ എൻജോയ് ചെയ്യണം.